നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ സീൽ ടിവി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. വിട. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നൽകി ലോകം പുതുവത്സരത്തിലേക്ക്. എങ്ങും വിവിധ ആഘോഷ പരിപാടികൾ. യുഡിഎഫിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ശുഭകരമെന്നും ചില സാങ്കേതിക സാമ്പത്തിക പ്രശ്നങ്ങളാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാത്തതിന് കാരണമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി. നാല് ദിവസമായി നടന്നുവന്ന തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വീണു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മൂത്തേടത്ത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ടാഗോർ വിദ്യാനികേതനും എൽ.പി. വിഭാഗത്തിൽ വെള്ളാവ് എൽ.പി. സ്കൂളും ഓവറോൾ ചാമ്പ്യന്മാർ. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയങ്ങാടി പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ച് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തം. വിശദമായ വാർത്തകളിലേക്ക്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഏറെ സഫലമായാണ് ഒരു വർഷം കടന്നുപോയത്. കണ്ണൂർ സംസ്ഥാനത്തെ 6ാമത്തെ കോർപ്പറേഷനായി. രാഷ്ട്രീയ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച 2015 പ്രധാന സംഭവങ്ങളിലൂടെ ഒരിക്കൽ കൂടി കടന്നുപോകാം. രാഷ്ട്രീയ രംഗത്ത് ചരിത്ര നേട്ടങ്ങളും കോട്ടങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് 2015 പടിയിറങ്ങുന്നത്. 71 ഗ്രാമപഞ്ചായത്തിൽ 52ലും ഭരണം LDF-ന്. 4 പുതിയ നഗരസഭകൾ കൂടി. ആന്തൂരിൽ എല്ലാ വാർഡുകളും LDF സ്വന്തമാക്കി. ചുവപ്പെന്ന പേരും ആന്തൂർ നേടി. ജില്ലയിൽ നിന്നും P.K. ശ്രീമതി MP-ക്ക് പുറമെ K.K. രാഗേഷും റിച്ചാർഡ് ഹേയും MP സ്ഥാനത്തേക്ക്. വനിതകളുടെ ഭരണം ശ്രദ്ധേയമാവുകയാണ് കഴിഞ്ഞ വർഷത്തിലും. P.K. ശ്രീമതി MP, മേയർ E.P. ലത, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P.P. ദിവ്യ. ഭരണരംഗത്ത് അങ്ങനെ സ്ത്രീശാക്തീകരണം പ്രാധാന്യം നേടി. പിണറായി വിജയന് പിറകെ CPM-നെ നയിക്കാൻ മറ്റൊരു കണ്ണൂർക്കാരൻ കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു. കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറിയായി. ദേശീയ ഗെയിംസിന് കണ്ണൂരും വേദിയായി. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ്ബോൾ ഗുസ്തി മത്സരങ്ങൾ നടന്നു. ബാസ്കറ്റ്ബോളിൽ കേരളം വനിതാ ചാമ്പ്യന്മാരുമായി. ചരിത്രാവശേഷിപ്പുകളിലും കണ്ണൂർ ശ്രദ്ധേയമായ സ്ഥാനമാണ് 2015 നേടിയത്. കണ്ണൂർ കോട്ടയിൽ നിന്നും ഖനനം ചെയ്ത് കണ്ടെടുത്തത് 35,000-ലേറെ പീരങ്കിയുണ്ടകളാണ്. കോട്ടയിലേക്ക് ഇതോടെ സന്ദർശകരുടെ പ്രവാഹവുമായി. പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യമായ ഒരു വർഷമാണ് കടന്നുപോകുന്നത്. യുഡിഎഫിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായുള്ള ചർച്ച പോസിറ്റീവായിരുന്നുവെന്നും കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് അദ്ദേഹം പ്രതികരിച്ചു. യുഡിഎഫിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. പാർട്ടികൾക്കകത്തും അതുപോലെ തന്നെ മുന്നണി ബന്ധത്തിലും നല്ല ഒരു ദൃഢത വരുത്താൻ വേണ്ടി ഹൈക്കമാൻഡ് ഇനീഷ്യേറ്റീവ് എടുക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് മാഡം സോണിയാഗാന്ധിയോട് ഞങ്ങൾ പറയുകയും ചെയ്തു. അതവർ നല്ല സ്പിരിറ്റിൽ എടുത്തു എന്നാണ് പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു UDF-ൽ ഒരു ഐക്യം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടാറില്ലെന്നും അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായി പ്രതികരിച്ചു. മുന്നണികൾക്കുള്ളിലെ പ്രശ്നങ്ങൾ വിഭാഗീയതയിലേക്ക് എത്തിക്കരുതെന്ന കാര്യം സോണിയാഗാന്ധിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും P.K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ. സാങ്കേതിക സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കൽ വൈകിയതെന്നും അധികം വൈകാതെ മെഡിക്കൽ കോളേജ് ഭരണം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. തളിപ്പറമ്പിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
ചില സാങ്കേതിക സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കൽ വൈകുന്നത്. ഇല്ല, ഇനി അധികം വൈകാൻ കാരണമില്ല. സാങ്കേതിക സാമ്പത്തിക പ്രശ്നം കൊണ്ട് വൈകുന്നുള്ളൂ, വൈകാൻ കാരണമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഞാനല്ലല്ലോ അത് പറയേണ്ടത്, ചീഫ് മിനിസ്റ്റർ മന്ത്രിയൊക്കെ അല്ലേ. തളിപ്പറമ്പിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പരിയാരം മെഡിക്കൽ കോളേജ് CH സെന്റർ തളിപ്പറമ്പിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ക്യാമ്പയിൻ ഉദ്ഘാടനവും സൌജന്യ ഡയാലിസിസിന്റെ ആരംഭോദ്ഘാടനവും നടന്നു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജീവിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ വന്നാൽ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം എല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്തു കൊടുക്കണം. അതിന് CH സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ സഹായകരമാകണമെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബൈറ്റ്. ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള അസുഖം വന്നുപെട്ടാൽ അവർക്ക് ചികിത്സ ഉണ്ടായിട്ടും, നാട്ടിൽ ചികിത്സ ഉണ്ടായിട്ടും ആ ചികിത്സ ചെയ്യാൻ സാമ്പത്തികമായി കഴിവില്ല എന്ന് പറയുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവിടെയാണ് സമൂഹം ഇടപെടേണ്ടത്. ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഈ സെന്റർ സ്ഥാപിച്ചതിലൂടെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ചടങ്ങിൽ CH സെന്റർ പ്രസിഡന്റ് KV മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ കരീം ചേലേരി, KM ഷാജി MLA, ഹാഷിം, CP മഹമ്മൂദ്, തളിപ്പറമ്പ് പ്രസ് ഫോറം പ്രസിഡന്റ് ഹുസൈൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്ന് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണെന്നും ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളികൾ ഒന്നും നേരിടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിലെ നവീകരിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ നിലവിലെ സാഹചര്യങ്ങളിൽ യാതൊരു വെല്ലുവിളിയും നേരിടേണ്ടതില്ല. ചില ജീവിത പ്രശ്നങ്ങൾ മാത്രമാണ് വിദ്യാർത്ഥികൾ നേരിടേണ്ടി വരുന്നത്. ഞങ്ങളുടെ ഒക്കെ കാലത്തുള്ള വെല്ലുവിളിയല്ല ഇന്ന് നിങ്ങൾ നേരിടുന്നത്. പുതിയ പുതിയ ചാലഞ്ചുകളാണ്. സാങ്കേതിക വിദ്യ ഒരു വശത്ത് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു, എല്ലാം എളുപ്പമാക്കുന്നു. പക്ഷേ അതേ അവസരം തന്നെ വളരെ കോംപ്ലക്സ് ആയ ലൈഫ് ഇഷ്യൂസ്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നിരവധി മറ്റു വെല്ലുവിളികൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു. NCC വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പരേഡും നടന്നു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സല്യൂട്ട് സ്വീകരിച്ചു. കോളേജ് പ്രസിഡന്റ് K അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. KV മുഹമ്മദ് കുഞ്ഞി, P മുഹമ്മദ് ഇക്ബാൽ, IKP അബ്ദുൾ റഹ്മാൻ ഹാജി, നഗരസഭാ ചെയർമാൻ മഹ്മൂദ് അള്ളാങ്കുളം, CH അബൂബക്കർ ഹാജി, CP മുഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അലൂമിനി അസോസിയേഷൻ നേതൃത്വത്തിൽ സർ സെയ്ദ് ഇത്തിരി നേരം കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ആര് എന്താകും എന്നതിൽ വലിയ പ്രസക്തിയില്ല. എത്ര വലിയ ആളായാലും പണക്കാരനായാലും അധികാരിയായാലും എല്ലാ പ്രവർത്തനത്തിനും പത്രാസിനും ഒരു കണക്ക് ഉണ്ടാകണമെന്നും അതിനപ്പുറം തന്നെ ഒന്നും ഉണ്ടാവില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എത്ര വലുതായാലും, എത്ര വലിയ പണക്കാരനായാലും, എത്ര വലിയ സ്ഥാപന ഉടമയായാലും, എത്ര വലിയ അധികാരസ്ഥാനത്തെത്തിയാലും എല്ലാ പൗരനും പത്രാസിനും ഒരു കണക്ക്, ഇതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ ജീവിതത്തിൽ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ, നമ്മൾ ഓർമ്മിക്കപ്പെടുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്തുണ്ട്, അതിനാണ് വലിയ പ്രശ്നം. ഓർമ്മിക്കപ്പെടുന്ന ലോകം മുഴുവനെല്ലാം പ്രശസ്തരായിക്കോണമെന്നില്ല. ഒരാൾ അയൽബന്ധത്തിൽ പ്രശസ്തി ഉണ്ടായാലും സാറ്റിസ്ഫാക്ഷൻ. CV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അബ്ദുൾ റസാഖ്, KV മുഹമ്മദ് കുഞ്ഞി, നഗരസഭാ ചെയർമാൻ അള്ളാങ്കുളം മഹമ്മൂദ്, K അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ ജനപ്രതിനിധികൾ വിദ്യാർത്ഥികളെ ദത്തെടുക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. ഇതിനായി ജനപ്രതിനിധികൾ വീടുകൾ സന്ദർശിച്ച് കുട്ടികളുടെ പ്രശ്നങ്ങൾ വിലയിരുത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സർവശിക്ഷാ അഭിയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾക്ക് നൽകിയ പരിശീലനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PP ദിവ്യ. പക്ഷെ നമുക്കറിയാം, ഗവൺമെന്റ് സ്കൂളുകളെക്കാളും കൂടുതൽ മറ്റ് സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ, പൊതുവിദ്യാലയങ്ങൾ നിരവധിയായി. അവിടെയെല്ലാം തന്നെ ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പഠന നിലവാരം വേണ്ടി വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ വേണ്ടി
ഗ്രാമപഞ്ചായത്തുകൾക്ക് സാധിക്കും. പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. എന്നാൽ പല വീടുകളിലും അന്തരീക്ഷം മോശമാണ്. ഇവിടെ ജനപ്രതിനിധികളെത്തി സ്ഥിതി വിലയിരുത്തി കുട്ടികളെ ദത്തെടുക്കും. വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.വി. സുമേഷ് അധ്യക്ഷത വഹിച്ചു. മേയർ ഇ.പി. ലത മുഖ്യാതിഥിയായി. SSA പ്രോജക്ട് ഓഫീസർ കെ.പി. ഗോപിനാഥ് തുടങ്ങിയവരും പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ LP വിഭാഗത്തിൽ വെള്ളാവ് LP സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ മൂത്തേടത്ത് സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ടാഗോർ വിദ്യാനികേതനും ഓവറോൾ ചാമ്പ്യന്മാരായി. 4 ദിവസം നീണ്ടുനിന്ന കലോത്സവത്തിന് തിരശ്ശീല വീണു. കലോത്സവത്തിന്റെ തുടക്കം മുതൽ ശക്തമായ മത്സരമായിരുന്നു സ്കൂളുകൾ തമ്മിൽ നടന്നത്. വ്യാഴാഴ്ച നടന്ന സംഘനൃത്തം, ദഫ്മുട്ട്, ഒപ്പന, നാടൻപാട്ട്, നാടോടി നൃത്തം തുടങ്ങിയവയിലെല്ലാം കടുത്ത മത്സരം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. ഇവിടങ്ങളിലെല്ലാം മത്സരം വീക്ഷിക്കാൻ നിറഞ്ഞ സദസ്സുമായിരുന്നു ഉണ്ടായത്. വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പാഠ്യപദ്ധതി പരിഷ്കാരങ്ങളെല്ലാം വിവിധ മത്സരങ്ങളിൽ വിഷയങ്ങളായി എത്തി. തീവ്രവാദ പ്രവർത്തനം നടത്തി സമുദായത്തെ മറയാക്കുന്നവരെ പോലും സ്വന്തം മാതാപിതാക്കൾ പോലും തള്ളിപ്പറയുന്നതും ആനുകാലിക വിഷയങ്ങളും മോണോ ആക്ടിലൂടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. നാടോടി നൃത്തവും ഭരതനാട്യവും അടക്കമുള്ള തനത് കലകൾ മിക്കപ്പോഴും സമയത്തിന് തുടങ്ങുവാനോ പൂർത്തിയാക്കുവാനോ കഴിഞ്ഞില്ല. പുഷ്പഗിരി സെന്റ് ജോസഫ് UP സ്കൂളാണ് 48 പോയിന്റ് നേടി LP വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയത്. UP വിഭാഗത്തിൽ ആലക്കോട് നിർമ്മല UP സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ CD സാഹിബും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂത്തേടത്ത് ഹൈസ്കൂളും 2ാം സ്ഥാനം പങ്കിട്ടു. കലോത്സവ നഗരിയിൽ തണ്ണീർപന്തലൊരുക്കി യുവജന സംഘടനകളും പരിസര ശുചിത്വവും പ്ലാസ്റ്റിക് വിമുക്തമായ രീതിയിൽ ഭക്ഷണവും ഒരുക്കി സംഘാടകരും മാതൃകയാവുകയാണ്. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ കലോത്സവ വേദിയിലാണ് മികച്ച പ്രവർത്തനങ്ങളുമായി ഇവർ ശ്രദ്ധേയമാവുന്നത്. ഡിവൈഎഫ്ഐയും MSF ഹരിത വിങ്ങിന്റെയും നേതൃത്വത്തിലാണ് തണ്ണീർപന്തൽ ഒരുക്കി ദാഹമകറ്റുന്നത്. കടുത്ത ചൂടിൽ നട്ടം തിരിയുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഏറെ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട് ഇവരുടെ സേവനം. തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലാണ് നാരങ്ങ വെള്ളം നൽകുന്നത്. ദിവസവും 2000-ഓളം പേർക്ക് ഭക്ഷണമൊരുക്കുന്ന ഫുഡ് കമ്മിറ്റിയും പരിസ്ഥിതി സൌഹൃദമായ രീതിയിലാണ് ഭക്ഷണമടക്കം നൽകുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായും ഹാളിൽ നിരോധിച്ചതിനു പുറമെ ഡിസ്പോസിബിൾ പ്ലേറ്റുകളോ ഗ്ലാസുകളോ ഉപയോഗിക്കുന്നുമില്ല. പരിസര ശുചീകരണം ഉറപ്പുവരുത്തുന്നതിൽ ആരോഗ്യവകുപ്പും ഉപദേശനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സീൽ ന്യൂസ്, നടുവിൽ. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ LP വിഭാഗത്തിൽ വെള്ളാവ് LP സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ മൂത്തേടത്ത് സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ടാഗോർ വിദ്യാനികേതനും ഓവറോൾ ചാമ്പ്യന്മാരായി. പരിസ്ഥിതി സൗഹൃദമായ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ടാകും. പ്രത്യേകിച്ചും സ്കൂളുകളിൽ നിന്ന്, അതായത് നമ്മുടെ ഈ ക്യാമ്പസിനകത്ത് നിന്ന് അത്തരം സന്ദേശങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. 4 ദിവസമായി നടന്നുവന്ന കലോത്സവത്തിനാണ് സമാപനമായത്. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. T. രത്നാകരൻ, NV പ്രീത, PC അബ്ദുൽ കരീം, C. സുകുമാരി, A. രത്നാകരൻ, KC ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കമ്പിൽ. മയിൽ പഞ്ചായത്ത് 5 വർഷത്തെ വികസന പദ്ധതികളുടെ വികസന രേഖ പ്രഖ്യാപിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി തരിശുരഹിത പഞ്ചായത്ത് തുടങ്ങി നിരവധി വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. മയിൽ പഞ്ചായത്ത് അടുത്ത 5 വർഷം നടപ്പാക്കുന്ന പദ്ധതികളുടെ വികസന രേഖയുടെ പ്രഖ്യാപനമാണ് മയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷിക മേഖലയിൽ കൂടുതൽ പ്രാധാന്യം നൽകി തരിശുരഹിത പഞ്ചായത്ത്, സമ്പൂർണ്ണ ഹരിതഗ്രാമം പദ്ധതി തുടങ്ങിയവ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. എല്ലാവർക്കും പൊതുവഴി, ആസ്തി സംരക്ഷണം, ഗ്രന്ഥശാല, SRG വഴി സ്കൂൾ സംരക്ഷണം എന്നിവയും പദ്ധതിയിലുണ്ട്. ഭിന്നശേഷിയുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകാനും പദ്ധതിയുണ്ട്. വാർത്താസമ്മേളനത്തിൽ മയിൽ പഞ്ചായത്ത് സെക്രട്ടറി PVK മഞ്ജുഷ, വൈസ് പ്രസിഡന്റ് K. രാധിക, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VO പ്രഭാകരൻ, CK പുരുഷോത്തമൻ, PV ഗിരിജ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, മയിൽ. റബ്ബർ വീടിനെതിരെ ആലക്കോട് ഫൊറോന നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ കർഷക ധർണയും പ്രകടനവും നടത്തി. ആലക്കോട് ടൌണിൽ നടന്ന പരിപാടി ഫാദർ എടാട്ടേൽ ഉദ്ഘാടനം ചെയ്തു. പട്ടാളക്കാരൻ ജവാൻ അവൻ ജയിക്കണം. അതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തര മേഖലയെ ശക്തിപ്പെടുത്തിയ, ഇവിടുത്തെ ആളുകൾക്ക് ഭക്ഷണം പ്രദാനം ചെയ്ത കൃഷിക്കാരൻ അവനും ജയിക്കണം. ഞങ്ങൾക്ക് ഈ സമ്മേളനത്തോടെ പറയാനുള്ള കാര്യമില്ല. ഒരു പട്ടാളക്കാരന്റെ പെൻഷൻ എത്രയാണോ അതേ പെൻഷനിൽ റിട്ടയർ ചെയ്യുന്ന പ്രായം കണക്കാക്കി ഇവിടുത്തെ കൃഷിക്കാരനും പെൻഷൻ നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.
റബ്ബർ വിലയിടിവും വന്യമൃഗശല്യവും നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന കർഷകരെ ജപ്തി പേരിൽ കുടിയൊഴിപ്പിക്കാൻ നടത്തുന്ന നീക്കം ഒറ്റക്കെട്ടായി തടയുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫാദർ ടോമി എടാട്ടിൽ പറഞ്ഞു. കർഷകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ യാതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫാദർ ആന്റണി ആനക്കല്ലിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസ് ഒറ്റപ്ലാക്കൽ, ഫാദർ ജോർജ് എള്ളംകുന്നിൽ, തോമസ് മാണി കളപ്പുര, ജോയ് പൂവത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. പഴയങ്ങാടി പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ച് കമ്പികൾ പുറത്തേക്ക് തള്ളിയ അവസ്ഥയിൽ. പാലം അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാപ്പിനിശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയങ്ങാടി പാലത്തിന്റെ തൂണുകളുടെ ഇന്നത്തെ അവസ്ഥ ഏറെ ദയനീയമാണ്. കാലപ്പഴക്കത്താൽ കോൺക്രീറ്റുകൾ ഇളകി കമ്പികൾ പുറംതള്ളിയിരിക്കുന്നു. വർഷങ്ങൾ പഴക്കമുള്ള പാലത്തിന് യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമാകുന്നത്. നേരത്തെ പാലത്തിനു മുകളിലെ സ്ലാബ് തകർന്നിരുന്നു. ഇത് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തുകയാണ് ചെയ്തിരുന്നത്. KSTP റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാതയിലൂടെ കടന്നുപോകേണ്ട ഭാരം കയറ്റിയ മുഴുവൻ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകും. ഇത് പാലം കൂടുതൽ അപകടാവസ്ഥയിലാകാൻ കാരണമാകും. KSTP റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതിനു മുൻപ് പഴയങ്ങാടി പാലത്തിന്റെയും അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വർഷങ്ങളായി പഴക്കമുള്ള പഴയങ്ങാടി പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഇന്ന് വളരെ അപകടകരമായ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ കമ്പി മുഴുവൻ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ മറ്റു വഴികളിലേക്കോ എത്തിപ്പെടേണ്ട പ്രധാന പാലമാണ് പഴയങ്ങാടി പാലം. ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഒരുപാട് വർഷങ്ങളായി നടന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഈ പാലം സംരക്ഷിക്കണം. ഇത്രയാണ്. സീൽ ന്യൂസ്, ചെറുകുന്ന്. രാജ്യത്തിന്റെ സുരക്ഷ പോലും മോദി സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് അടിയറ വച്ചെന്ന CPM നേതാവ് MM ലോറൻസ് ശ്രീകണ്ഠാപുരം കാവുമ്പായ രക്തസാക്ഷി ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തോടനുബന്ധിച്ച് ബഹുജന റാലിയും നടന്നു. PV ഗോപിനാഥ്, അഡ്വക്കേറ്റ് MC രാഘവൻ, V ഭാസ്കരൻ, P മാധവൻ, P കുഞ്ഞിക്കണ്ണൻ, KP കുമാരൻ, K ദിലീപൻ, MC നാരായണൻ, M നാരായണൻ, TM ജോഷി എന്നിവരാണ് കൂട്ടുമുഖത്ത് നിന്ന് ആരംഭിച്ച റാലിക്ക് നേതൃത്വം നൽകിയത്. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, PV ഗോപിനാഥ്, KV സുമേഷ്, MC ഹരിദാസൻ, K ഭാസ്കരൻ, PV മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. കൈത്തറി മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തുന്നതിന്റെ ഭാഗമായി ഹാൻഡ്ലൂം വിഷൻ 2016 എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ജനുവരി 2-ന് കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഹാളിൽ വെച്ച് നടക്കുന്ന സെമിനാർ PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിൽ കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ തൊഴിൽ ചെയ്തു വരുന്ന മേഖലയായ കൈത്തറി ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കയറ്റുമതി രംഗത്തും ഏറെ പിന്നിലായി കൈത്തറി മേഖല. ഈ സാഹചര്യത്തിലാണ് കൈത്തറി മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തുന്നതിനു വേണ്ടി സെമിനാർ സംഘടിപ്പിക്കുന്നത്. സെമിനാറിൽ M പ്രകാശൻ, EP ജയരാജൻ MLA, കേരള സ്റ്റേറ്റ് കൈത്തറി ഡയറക്ടർ സാം ഇട്ടിച്ചെറിയ തുടങ്ങിയവരും ട്രേഡ് യൂണിയനുകളുടെ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ AV ബാബു, P ബാലൻ, N ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ ശ്രീനാരായണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹെൽപ്പിംഗ് ഹാൻഡ് SN 93ന്റെ ആഭിമുഖ്യത്തിൽ കോളേജിലെ 13 ബിരുദ വിദ്യാർത്ഥികളുടെ പഠനച്ചെലവ് ഏറ്റെടുക്കും. ഇതോടൊപ്പം വയനാട് പെരിയ 34 മൈൽ എന്ന സ്ഥലത്തെ പഴശ്ശിരാജ റെസിഡൻഷ്യൽ സ്കൂളിലെ 152 ആദിവാസി കുട്ടികൾക്കുള്ള കമ്പിളി വിതരണവും ജനുവരി 1-ന് നടക്കും. കണ്ണൂരിലും ബാംഗ്ലൂരിലും ബോംബെയിലും വിദേശത്തുമുള്ള 30ഓളം സുഹൃത്തുക്കൾ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും സ്വരൂപിച്ചെടുത്ത തുകയിൽ നിന്നും മാത്രമാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള പണം കണ്ടെത്തുന്നത്. 2016 ജനുവരി 1-ന് കണ്ണൂർ SN കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ച് മുൻ കോളേജ് പ്രിൻസിപ്പൽ OP ധനലക്ഷ്മി ആദിവാസി കുട്ടികൾക്കുള്ള കമ്പിളി വിതരണം ഉദ്ഘാടനം ചെയ്യും. പഴശ്ശിരാജ സ്കൂളിനു വേണ്ടി ചെയർമാൻ ഡോക്ടർ അപ്പാനു നമ്പ്യാർ കമ്പിളികൾ ഏറ്റുവാങ്ങും. SN കോളേജിലെ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശിവദാസൻ തിരുമംഗലത്ത് ഏറ്റുവാങ്ങും. കോളേജ് അധ്യാപകരായ ഡോക്ടർ രമേശ് തിരുമംഗലത്ത്, KM ദേവദാസ്, ഡോക്ടർ സാജൻ N, പ്രൊഫസർ B ദീപക്, പ്രൊഫസർ PV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ C ലിജിത്, ഡോക്ടർ രാജേഷ് ദേവൻ, ശ്രീനാഥ് കക്കറക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ.
ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മഖാമുറൂസിന് ജനുവരി 6-ന് തുടക്കമാകും. രാവിലെ 9 മണിക്ക് സയ്യിദ് മഷൂർ ഇബ്രാഹിം കോയക്കുട്ടി ശിഹാബ് തങ്ങൾ വളപട്ടണം പതാക ഉയർത്തുന്നതോടെ പരിപാടി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന കൂട്ടസിയാറത്തിന് ഷൌക്കത്ത് അലി ബാഗവി കൂടല്ലൂർ നേതൃത്വം നൽകും. ഉദ്ഘാടന സമ്മേളനം AIM കമ്മിറ്റി പ്രസിഡന്റ് CH യൂസഫ് ഹാജിയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് വലിയ ഗാസി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലയിൽ ഉദ്ഘാടനം ചെയ്യും. ഷാക്കിർ ബാഗവി മമ്പാട്, അബ്ദുസലാം സഖാഫി കൂത്തുപറമ്പ്, ഉമേർ ദാരമി വെള്ളിയാക്കോട്, ഹാലിഫ് മുഹമ്മദ് അലി, മൂസ ബിസ്ബാഹി തുടങ്ങിയവരും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിക്കും. ജനുവരി 7-ന് രാവിലെ 9 മണിക്ക് മതവിജ്ഞാന സദസ്സും സംഘടിപ്പിക്കും. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, യഹ്യ ബാഗവി പുഴക്കര, ജസീൽ അഹ്ഹനി നീലഗിരി തുടങ്ങിയവരും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിക്കും. ജനുവരി 9-ന് രാവിലെ 8 മണിക്ക് കണ്ണവത്ത് നിന്നും വെളുമ്പത്തേക്ക് ഭക്തിനിർഭരമായ ഘോഷയാത്രയും നടക്കും. പൊതുസമ്മേളനം സയ്യിദ് അലി ബാഗവി തങ്ങൾ കൊയിലാണ്ടിയുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കും. സമാപന ദിവസമായ ജനുവരി 10-ന് രാവിലെ 9 മണിക്ക് പ്രാർത്ഥനാ സമ്മേളനം CH യൂസഫ് ഹാജിയുടെ അധ്യക്ഷതയിൽ SBP തങ്ങൾ പാനൂർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ CH യൂസഫ് ഹാജി, MP അൻവർ, N മുഹമ്മദ്, SMK ഉസ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു. ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർമാൻ PP രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് മൈനോറിറ്റി വകുപ്പ് റിസോഴ്സ് പേഴ്സൺ അബ്ദുൾ ലത്തീഫ് ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് C അംബു അധ്യക്ഷത വഹിച്ചു. M ബാലകൃഷ്ണൻ, അനൂപ് എന്നിവർ സംസാരിച്ചു. ലൂസി ഈഡൻ, V രാധാകൃഷ്ണൻ തുടങ്ങിയവരും സംബന്ധിച്ചു. നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. DLC കണ്ണൂർ പ്രവിശ്യയുടെ ആഭിമുഖ്യത്തിൽ ചോക്ലേറ്റ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ശ്രീകണ്ഠാപുരം മേരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം സ്കൂൾ പ്രധാനാധ്യാപകൻ ബ്രദർ വർക്കി CST ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ബ്രദർ ഫിലിപ്പ് കാരാങ്കുഴി അധ്യക്ഷത വഹിച്ചു. ബ്രദർ ജോയ് തടകത്തിൽ, വിൽസൺ, വിൻസെന്റ് തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. വാണിജ്യം. നവസൗന്ദര്യ ലോകത്ത് 41 വർഷത്തെ വസ്ത്ര പാരമ്പര്യവുമായി ജാസ്മിൻ സാരീസിന്റെ പുതിയ ഷോറൂം തളിപ്പറമ്പ് മെയിൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്യാണപ്പട്ടിന്റെ വിപുലമായ ശേഖരവും ഷോറൂമിന്റെ പ്രത്യേകതയാണ്. തളിപ്പറമ്പ് മെയിൻ റോഡിൽ 3 നിലകളിലായാണ് ജാസ്മിൻ സാരീസിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആദ്യ വിൽപ്പന പ്രസ്റ്റീജ് പ്ലൈവുഡ് മാനേജർ മുഹമ്മദ് അലി നിർവഹിച്ചു. കല്യാണ പട്ടുവസ്ത്രങ്ങളുടെ പ്രത്യേക ശേഖരത്തിനു പുറമെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ്, റെഡിമെയ്ഡ് വസ്ത്രാഭരണങ്ങൾ തുടങ്ങിയ വിപുലമായ ശേഖരം തന്നെ ജാസ്മിൻ സാരീസിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2015 വിട. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നൽകി ലോകം പുതുവത്സരത്തിലേക്ക്. എങ്ങും വിവിധ ആഘോഷ പരിപാടികൾ. UDFിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ശുഭകരമെന്നും ചില സാങ്കേതിക സാമ്പത്തിക പ്രശ്നങ്ങളാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാത്തതിന് കാരണമെന്നും PK കുഞ്ഞാലിക്കുട്ടി. നാല് ദിവസമായി നടന്നുവന്ന തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വീണു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മൂത്തേടത്ത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ടാഗോർ വിദ്യാനികേതനും LP വിഭാഗത്തിൽ വെള്ളാവ് LP സ്കൂളും ഓവറോൾ ചാമ്പ്യന്മാർ.
ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയങ്ങാടി പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ച് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.